അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് മോഡ്യൂൾ ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്സ്. അതിൽ നമ്മൾ ഇന്ന് ക്വാളിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് ചാപ്റ്ററിൽ ക്വാളിറ്റി, ISO 9000, പിന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ അപ്പോൾ ക്വാളിറ്റി പ്ലാനിങ് ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ക്വാളിറ്റിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ക്വാളിറ്റിയെ മാനേജ്മെൻറ്റ് തലത്തിലുള്ള വിദഗ്ധർ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഫിലിപ്പ് ബേ ക്രോസ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത് കൺഫോമൻസ് ടു റിക്വയർമെൻറ്റ്, അതായത് ലഭിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുന്നതിന്. പിന്നെ അടുത്തത് വില്യം എഡ്വാർഡ് ഡെമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അടുത്തത് മൂന്നാമത്തെ ജോസഫ് മോസസ് ജുറാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഫിറ്റ്നസ് ഫോർ യൂസ്. അടുത്ത മൂന്നാമത്തെ ഒരാൾ പറഞ്ഞിരിക്കുന്നു മോസ്റ്റ് എക്കണോമിക്കൽ, മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് ആൾവേസ് സാറ്റിസ്ഫാക്ടറി ടു ദി കസ്റ്റമർ. അതായത് എപ്പോഴും കസ്റ്റമറെ സന്തോഷിപ്പിക്കാനുള്ള ഇതായിരിക്കണം, കസ്റ്റമറെ സന്തോഷത്തിനായിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത്. പിന്നെ ISO 9000 വെച്ചിട്ട് ISO 9000ൻ്റെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അടുത്തത് ജനറലായിട്ടുള്ള എങ്ങനെ നമുക്ക് ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് ഡിസൈഡ് ബൈ ദ കസ്റ്റമർ നീഡ്സ്, അതായത് കസ്റ്റമറുടെ ആവശ്യങ്ങൾക്കായിരിക്കണം മുൻഗണന അല്ലേ. പിന്നെ കൺഫോമിങ് ടു സ്പെസിഫിക്കേഷൻസ്, അഷ്യൂർഡ് പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി, പ്രോപ്പർ ട്രാക്കിംഗ് ആൻഡ് ടൈംലി ഡെലിവറി, എഫിഷ്യൻറ്റ് ടെക്നിക്കൽ സർവീസ്, അതായത് നമ്മൾ സർവീസിന് ഇവിടെ എന്തായാലും മുൻഗണന കൊടുക്കണം. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക്, അതിനൊക്കെ നന്നായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കണം. അടുത്തത് ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി, എന്തൊക്കെ ഡയമെൻഷൻസ് വേണം എന്നുള്ളത്. പെർഫോമൻസ്, ഫീച്ചേഴ്സ്, റിലയബിലിറ്റി, കൺഫോമൻസ്, സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി, ആസ്തെറ്റിക്സ്, പെർസീവ്ഡ് ക്വാളിറ്റി. ആസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുറമോടി, നമ്മൾ പുറം നോക്കിയിട്ട് തന്നെ നമ്മൾ പറയുമല്ലോ എന്താ അതിൻ്റെ നല്ലതാണോ ഇതാണോ എന്നുള്ളതാണ് ആസ്തെറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്വാളിറ്റി പ്ലാനിങ്. ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലേ, ക്വാളിറ്റിയുടെ ലെവൽ എപ്പോഴും ഉയർന്നു നിൽക്കണം. പിന്നെ കസ്റ്റമർ നീഡിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് ആയിരിക്കണം. അതായത് ആരാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യണം. അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യം അറിഞ്ഞ് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അവർക്ക് വേണ്ട ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെടുത്തി അറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ. അതൊക്കെയാണ് ക്വാളിറ്റി പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്. ഫസ്റ്റ്, ടു പ്രൊഡ്യൂസ് ദ ക്വാളിറ്റി ആൻഡ് സർവീസ് വിച്ച് മീറ്റ് കസ്റ്റമർ നീഡ്സ്, അതായത് കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച്, കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെ. അടുത്തത് ടു ഡിഫൈൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു പ്രിപ്പയർ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, അതായത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നെ കൂടാതെ അതിൻ്റെ സ്പെസിഫിക്കേഷനും, അതായത് ഇപ്പോൾ നമ്മളൊരു ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ റാം എത്ര വേണം, ക്യാമറ എത്ര വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തത് പറയുന്നത് അങ്ങനെയുള്ള ഓരോ ഫീച്ചേഴ്സും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള ഒരു പ്ലാനിലായിരിക്കണം നമ്മുടെ ഡിസൈന് അല്ലേ. പിന്നെ ഓർഗനൈസേഷന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കണമെന്ന് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ, ഫോണിൻ്റെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അപ്പോൾ അവർ ഉണ്ടാക്കുന്നത് അത് കറക്റ്റായിട്ട് അതിന് മാക്സിമം ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിസ്പ്ലേ മാത്രം ഉണ്ടാക്കുന്ന സെക്ഷൻ ആണെങ്കിൽ അവർ ആ ഡിസ്പ്ലേ മാത്രം മാക്സിമം നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കൂടുമ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള സമയം, അതായത് മെഷീൻ ടൈമൊക്കെ കൂടും അല്ലേ. അപ്പോൾ അത് നമ്മുടെ കോസ്റ്റിനെ ബാധിക്കാനും പാടില്ല. കോസ്റ്റ് ഒരു ലിമിറ്റിൽ നമ്മൾ ചെയ്യും വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് വലിയ റേറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആവുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ടു ഡെവലപ്പ് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്, ടു ബിൽഡ് അപ്പ് ബേസിസ് ഫോർ TQM കൾച്ചർ, അതായത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, TQM എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സലൻസ്. ലാസ്റ്റ് പോയിൻ്റ് ടു ക്രിയേറ്റ് ആൻ എക്സലൻറ്റ് ഓപ്പറേറ്റിംഗ് കൾച്ചർ ഇൻ ദ ഓർഗനൈസേഷൻ. ഈ 10 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമാണ് ഓരോ പോയിൻറ്റ്സ് നമുക്ക് എഴുതാനൊക്കെ സാധിക്കുള്ളൂ. അടുത്തതാണ് പ്രോസസ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്. അതിൽ ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് കൃത്യമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെന്താണ്
ഡിസ്കവറിങ് കസ്റ്റമർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. പിന്നെ ട്രാൻസ്ലേറ്റ് കസ്റ്റമർ നീഡ്സ് ടു സപ്ലയർ ലാംഗ്വേജ്, ഡെവലപ്പ് ദി പ്രോഡക്റ്റ് ദാറ്റ് മീറ്റ്സ് കസ്റ്റമർ നീഡ്സ്, ഒപ്റ്റിമൈസ് പ്രോഡക്റ്റ് ഡിസൈൻ, ഡെവലപ്പ് ദ പ്രോസസ്, ട്രാൻസ്ഫർ ടു ഓപ്പറേഷൻസ്. ഇതാണ് പ്രോസസ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത് വരച്ച് പഠിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 3 pronged അപ്രോച്ച് ടു ക്വാളിറ്റി പ്ലാനിങ്. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊഡക്റ്റ് പ്ലാനിങ്, സെക്കൻഡ് വൺ മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്, മൂന്നാമത്തത് ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് പ്ലാനിങ്. എന്താ പ്രൊഡക്റ്റ് പ്ലാനിങ് നോക്കാം. ഇവാലുവേഷൻ ഓഫ് ദി റേഞ്ച്, മിക്സ്, സ്പെസിഫിക്കേഷൻ ആൻഡ് പ്രൈസിങ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ പ്രൊഡക്ട്സ് in relation to present and future market requirements and competition. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ഇപ്പോൾ നമ്മൾ ഇറക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളും നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ പുതിയ മാറ്റങ്ങൾ അതിൽ വരുത്തണം, എന്നാൽ മാത്രമാണ് നമ്മളെ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ലഭിക്കുള്ളൂ. അപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റിൻ്റെ എല്ലാ സ്പെക്കും പരിശോധിച്ച് വേണം അത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, എന്നാൽ മാത്രമാണ് നമ്മളെ പ്രൊഡക്റ്റിന് ഒരു ഉദ്ദേശിച്ച മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രിപ്പയറിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ഓരോ ഓർഗനൈസേഷന്, നമ്മുടെ ഇപ്പോൾ എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, അതൊരു കൃത്യമായ പാറ്റേണിൽ ആയിരിക്കണം. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രിപ്പയറിങ് ഓർഗനൈസേഷണൽ പ്രൊസീജിയർ. അതായത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ആ സ്ട്രക്ചറിനനുസരിച്ച് ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റായിട്ട് വയ്ക്കുകയും വേണം. മൂന്നാമത്തെ പറയുന്നത് പ്രിപ്പയറിങ് പ്രോസസ്. എന്താണ്, ഇപ്പോൾ നിലവിലുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി പഠിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് നോക്കി അതിൻ്റെ കോസ്റ്റ്, ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കാൻ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് റിസോഴ്സസ് നീഡ് ടു ഇംപ്ലിമെൻറ്റ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതായത് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതായത് ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തത് മൂന്നാമത്തത് ഡോക്യുമെൻറ്റേഷൻ അല്ലേ. All the elements, requirements and policies adopted by the company for its quality management should be documented in a systematic and orderly manner in the form of written policies and procedures. അതായത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പ്ലാനിങ് മുതൽ കസ്റ്റമർ ഫീഡ്ബാക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റിട്ടണായി സൂക്ഷിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ്, ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻസ്, ബ്ലൂ പ്രിൻറ്റ്സ്, ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്, ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, വർക്ക് ഇൻസ്ട്രക്ഷൻസ്, ഓപ്പറേഷൻ ഷീറ്റ്, ക്വാളിറ്റി മാനുവൽ, ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പ്രൊസീജിയേഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് റിട്ടൺ ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കണം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. It is defined as a management system to direct and control an organization with regard to quality. A system to establish quality policy and quality objectives and to achieve those objectives. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ ISO, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ISO ഒക്കെ പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ISOനെ കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുക, അതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം.